ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വിത്ത് ഫാമിലി. ആദ്യം തന്നെ നമുക്ക് ഇന്ന് അച്ഛനും മോനായിട്ടുള്ള സ്നേഹപ്രകടനത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാൻ കേട്ടോ. ഇന്ന് ഞായറാഴ്ചയില്ലേ, അപ്പോൾ അച്ഛനും മോനും ഇന്നാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ രണ്ടുപേരായിട്ട് ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ് കേട്ടോ. ശങ്കടുവിൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ? ഇത് ഞാൻ വെറൈറ്റി ഫുഡിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു കേട്ടോ, ഒട്ടും കൊള്ളൂല. ഈ തടിക്കഷ്ണം എങ്ങനെ ഇരിക്കും അതുപോലെയാണ് കേട്ടോ. ഇനി ഞാനിത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇതാണെങ്കിൽ ഒരു ആയുധമായിട്ട് എടുത്ത് എല്ലാ പേരെയും അടിക്കുകയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു യാത്രയ്ക്ക് പോയിട്ട് ഇവിടെ ഒരാൾ ക്യാമറ കണ്ട് തുള്ളിച്ചാടിപ്പോയി ഇപ്പം കിടക്കുമായിരുന്നു തലകുത്തനെ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ടോട്ടോ എത്തി കേട്ടോ. ടോട്ടോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അടുത്ത്. ഞാൻ ആദ്യം കയറും, ആരാദ്യം ഫസ്റ്റ് കയറും എന്നുള്ളൊരു യുദ്ധമാണ്. അതിലങ്ങനെ ഗംഗ അതികഠിനമായി വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അവർക്ക് അങ്ങോട്ട് പോകും വഴിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് ഫസ്റ്റ് കയറിയത്, നിങ്ങളെല്ലാവരും ലാസ്റ്റാണ് കയറിയെന്നുള്ളത്. ഇതെല്ലാം നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. കുട്ടി കടകളാണ് ഇവിടെ നിറച്ച്. പിന്നെ ടോട്ടോ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ടോട്ടോയാണ് മെയിനായിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. നമുക്ക് എവിടെ പോകണമെങ്കിലും പോകാം. 10 രൂപ തന്നെയാണ് മെയിൻ ചാർജ്, വേറെ കൂടുതലൊന്നും അവർ വാങ്ങിക്കത്തില്ല കേട്ടോ. ഇത് തന്നെ എന്നിട്ട് കുറച്ച് മലക്കറി വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തന്നെ മലക്കറി വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഈ സവാള ഉരുളക്കിഴങ്ങൊന്നും ഇവിടെ നമുക്ക് അങ്ങനെ മാർക്കറ്റിലൊന്നും കിട്ടില്ല കേട്ടോ. നേരെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നാലേ നമുക്ക് ഈ സവാള ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നേരെ വന്ന് നോക്കിയപ്പോൾ ഞാനിതാ കണ്ടത് എന്താണെന്നറിയോ, ഒരു ക്ഷേത്രത്തിൽ പൂജ നടക്കണം. മാർക്കറ്റിൻ്റെ അകത്താണ് കേട്ടോ ഈ ക്ഷേത്രം. ഞാൻ നോക്കിയപ്പോൾ മണിയടി സൗണ്ട് കേട്ടാണ് കേട്ടോ നോക്കി. അവിടെ പോറ്റി പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വേറൊരു സാധനം ഇരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മുടെ അവകാശം ഉണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് അതല്ല കേട്ടോ, എന്തോ ഒരു വെജിറ്റബിളാണ്. ഇത് വേറൊരു ടൈപ്പ് വെജിറ്റബിൾ. നേരെ നോക്കിയപ്പോഴത്തേക്കും അടുത്ത് നമ്മുടെ വയണയിലുണ്ടല്ലോ കൂമ്പാരം പോലെ കെട്ടിയിട്ടിരിക്കുന്നു. ഇത് അവർ കിലോയ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നത്. ഇതാ ഇവിടെ ആസാമീസുകാർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ദൃഷ്ടിദോഷത്തിന് വേണ്ടി കെട്ടുന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പശു ഉണ്ടെങ്കിൽ പിന്നെ കാലിത്തീറ്റ വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. ഇവിടെ പശു ഉണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടുകാർക്കൊന്നും യാതൊരു ചിലവും ഇല്ല കേട്ടോ. രാവിലെ ഇങ്ങനെ ഔത്തിങ് മാർക്കറ്റിൽ വിട്ടാൽ മതി. അത് എല്ലാ മാർക്കറ്റിലെ സാധനങ്ങളും കഴിച്ച് നടക്കും. നമ്മൾ പിന്നെ ശകലം ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ. അവിടെ പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് ഒരു മാർക്കറ്റിലൊക്കെയാണ് കേട്ടോ. അവിടെ ഇത് പേട എന്ന് പറയും കേട്ടോ. ഇവിടെ എന്തോ പൂജയ്ക്ക് എടുക്കുന്ന സാധനമാണ് കേട്ടോ. അവിടെ ഏതാ പൂജയൊക്കെ നടത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ശർക്കര കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ശർക്കര കിട്ടിയ സന്തോഷമാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ CCTVയിൽ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് തന്നെ വേണ്ടിയിട്ടുള്ള പാലാണ് കേട്ടോ. 5 ലിറ്റർ ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ച് വെച്ചാൽ ഈ മാസത്തേക്ക് ഓടും എന്ന് പറഞ്ഞ് ഒരുമിച്ച് വാങ്ങി. ഇവിടെ അച്ഛനും മക്കളും ഒരേ കുലുക്കമാണ് കേട്ടോ. കുലുക്കി ദൈവമേ അയാൾ ഇറക്കി വിടാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഒരാൾ എൻ്റെ കയ്യിലിരുന്ന ആളും കൂടെ താഴെ ഇറങ്ങിയിരുന്ന് കുലുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു തേങ്ങയ്ക്ക് 90 രൂപയാണ് കേട്ടോ. തൊണ്ട് വരെ ഇവിടെ വിൽക്കാൻ വേണ്ടിയാണ് വച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ എന്നിട്ട് യാത്ര തിരിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക്. ഇവിടെ ഒരാൾ കണ്ടോ സൂപ്രണ്ടിനെ പോലെ ഇരിക്കുന്ന ഭയങ്കര ഗമയാണ് കേട്ടോ. ഇപ്പോൾ ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞാൽ തനിയെ ഇരിക്കണം പിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അടുക്കി പറക്കി വെക്കുന്ന ഒരു വൻ ടാസ്ക്കാണ്. നേരെ തന്നെ അതെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, അതിൻ്റെ ഇതാണ് കേട്ടോ. ശങ്കുടുവിന് വേണ്ടി ഒരു അപ്പം ചുട്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി മാഗി റെഡിയാക്കിയായിരുന്നു കേട്ടോ. മാഗി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കട്ടൻ തേയില മത്സ്റ്റാണ് കേട്ടോ. മക്കൾ 2 പേരും ഇതായിരുന്നു വിശാലമായിട്ട് കഴിക്കുന്നു. ഇനി ഞാനും ഇരുന്ന് കഴിക്കട്ടെ. തേയിലയൊക്കെ കുടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നൈറ്റ് എപ്പോഴും നമുക്കൊരു നടത്തമുണ്ട് കേട്ടോ. നൈറ്റ് നടക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തോ പോലെയാണ്. കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങും. നടക്കാൻ വേണ്ടി കുറേ ദൂരത്തൊന്നും പോവില്ല. ഇവിടെ തന്നെ ചുറ്റും പരിസരത്ത് കുറച്ച് ദൂരം നടന്നിട്ട് വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയാലേ നമുക്കൊരു സമാധാനം വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്